മനം വാടിടുമ്പോൾ ഉള്ളം തേടുമ്പോൾ എന്നെ വിട്ടകന്നു പോയതല്ല. കരഘോഷമോടെ സ്തുതി പാടിടും ഞാൻ തിരുനാമത്തിൻ ആദരവായി, തിരുനാമത്തിൻ ആദരവായി. നല്ല നാഥനിൽ ആശ്രയിച്ചോരാരും തന്നെ വീണുപോയതായി കേട്ടിട്ടില്ല. തന്റെ നാമം വിളിച്ചപേക്ഷിച്ചിടുന്നവർ രക്ഷ പ്രാപിക്കും നിശ്ചയമായി. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു വാക്യം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. വാലല്ല തലയാക്കുന്നത് എങ്ങനെയാണ്? ഒരാൾ ദൈവം എങ്ങനെയാണ് ഉയർത്തുന്നത്? ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ കൽപ്പനകളെ കേട്ടതനുസരിച്ചാൽ, കേട്ട് പ്രമാണിച്ച് നടന്നാൽ അതാണ് അനുഗ്രഹം കിട്ടണമോ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരണമോ, അതിന് ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. എത്ര താണ ആളുകളെയും, ഒരു ബുദ്ധിയില്ലാത്ത ആളുകളെയും, കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും ജീവനുള്ള ദൈവം ഉയർത്തും. തിരുവചനത്തിൽ ഉടനീളം നോക്കിയാൽ, തിരുവചനം മുഴുവനും പരിശോധിച്ചാൽ അലസന്മാരെ ദൈവം ഒരിക്കലും ഉയർത്തിയിട്ടില്ല. ഉദാസീനതയോടെ ജീവിച്ച ആരെയും ദൈവം ഉയർത്തിയിട്ടില്ല. നിങ്ങൾ നോക്കിയോളൂ, തിരുവചനം മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ അത്യുത്സാഹമുള്ളവരെ കർത്താവ് ഉയർത്തിയിട്ടുള്ളൂ. എന്നാൽ വെറും ഉത്സാഹം മാത്രം പോരാ, ഉത്സാഹം കൂടിയേ കഴിയൂ. ഒന്നും പഠിക്കില്ല, ഒന്നും വായിക്കില്ല, ഒന്നും അധ്വാനിക്കില്ല, ഒന്നും കഷ്ടപ്പെടില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്നാൽ മാർക്ക് മുഴുവൻ തരണം. ഒരു ദിവസം വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് വെച്ച് കർത്താവേ എനിക്ക് മുഴുവൻ മാർക്കും തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൈവം തരുമോ? അങ്ങനെ തരുന്നവനല്ല ദൈവം. അങ്ങനെ തരുമെന്ന് പ്രതീക്ഷിച്ച് ആരും ഉഴപ്പി നടക്കുകയും വേണ്ട. അങ്ങനെ ഉഴപ്പിയിട്ട് ഏതെങ്കിലും ഒരു അവസാന ദിവസം വന്ന് കർത്താവേ മൊത്തം മാർക്ക് തന്നേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ദൈവം തരുമെന്ന് വെറുതെ തിരുവചനം പറയുന്നില്ല. തിരുവചനത്തിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറയുകയുമില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. അധ്വാനിച്ചേ പറ്റുകയുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുമായിരുന്നു, എല്ലാം കാണാതെ പഠിക്കും. പിറ്റേ ദിവസത്തേക്ക് വെച്ചേക്കില്ല, കാണാതെ ഇങ്ങനെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മലയാളത്തിനൊക്കെ നല്ല മാർക്ക് കിട്ടി. മുഴുവൻ എല്ലാം കാണാതെ പഠിക്കും. പകുതി കാര്യം മറന്നു പോകും, കണക്കൊന്നും അറിയാനും പാടില്ല. അതുകൊണ്ട് 50-7 മാർക്ക് കിട്ടിയത് SSLCക്ക് 10ാം ക്ലാസ്സിൽ. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് 251 കിട്ടിയുള്ളൂ 600-ൽ. പഠിക്കാഞ്ഞിട്ടല്ല, അന്ന് ജീവനുള്ള ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അധ്വാനിക്കാഞ്ഞിട്ടല്ല, വായിക്കാഞ്ഞിട്ടല്ല. വീട്ടിൽ മണ്ണെണ്ണ വിളക്കേ ഉള്ളൂ, ഇലക്ട്രിസിറ്റി കണക്ഷനൊന്നുമില്ല. പക്ഷേ ആ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പരമാവധി സമയം ഇരുന്ന് വായിക്കും. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വായിച്ചതും പഠിച്ചതും ഞാനാണ്. വായിച്ചു പഠിച്ചത്. എനിക്ക് എൻ്റെ സഹോദരങ്ങളെക്കാൾ അവർ രണ്ടുപേരും ഡിഗ്രി പാസ്സായവരാണ്. എന്നാൽ ഞാൻ 10ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പഠിക്കാഞ്ഞിട്ടല്ലെന്ന് പറഞ്ഞേ, കഷ്ടപ്പെടാഞ്ഞിട്ടല്ല. എന്നാൽ ഇന്ന് ക്രിസ്തുവിനെ അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ നിന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടേ മതിയാവുകയുള്ളൂ. പ്രാർത്ഥിക്കണ്ടേ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. പഠിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. വെറുതെ പ്രാർത്ഥിച്ചാൽ എങ്ങനെ കിട്ടുമെങ്കിൽ ആരും കോളേജിൽ പോകണ്ടല്ലോ, ആരും സ്കൂളിൽ പോകണ്ടല്ലോ, പ്രാർത്ഥിച്ചാൽ പോരെ? അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. കഷ്ടപ്പെട്ട് പഠിച്ചേ പറ്റുള്ളൂ, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. പേപ്പർ എഴുതി കൊണ്ടുപോയി പഠിക്കണമെങ്കിൽ, ചില ഇക്വേഷൻസ് പഠിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതി പോക്കറ്റിൽ വേണമെങ്കിൽ ഇടണം. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം. അന്നന്ന് പഠിപ്പിച്ചത് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നൊരു വിദ്യയുണ്ട്. എനിക്ക് ഹിന്ദി ഒട്ടും അറിഞ്ഞുകൂടാ, ഹിന്ദി അല്പം പോലും അറിയില്ല, അക്ഷരം പോലും പണ്ട് പഠിച്ചതാണ്. പക്ഷേ എനിക്ക് ഈ അടുത്ത വർഷം ഞങ്ങളുടെ മാർക്കറ്റിംഗ് മീറ്റിൽ ഹിന്ദി സംസാരിക്കണം. അതുകൊണ്ട് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയല്ല. ഞാനൊരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഡിസംബറിന് മുമ്പ് നിശ്ചയമായും ഹിന്ദിയിൽ പ്രസംഗിച്ചേ പറ്റൂ എന്നെനിക്ക് വ്യക്തമായി നിർബന്ധമുണ്ട്. എൻ്റെ കർത്താവെ എനിക്കതിനെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. പ്രാർത്ഥിക്കാതിരിക്കുമോ?
പ്രാർത്ഥിക്കുന്നുണ്ട്, നിശ്ചയമായും പ്രാർത്ഥിക്കും. പക്ഷെ എൻ്റെ ഭാഗത്ത് ഞാൻ ചെയ്യാവുന്നുള്ളത് എല്ലാം ചെയ്യുന്നുണ്ട്. മിനിമം 15 മിനിറ്റെങ്കിലും ഞാൻ ഹിന്ദി പഠിക്കാനായിട്ട് നിശ്ചയമായിട്ടും അതിനുവേണ്ടി വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുമ്പോൾ, ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴല്ല, അല്ലാത്ത സമയത്ത് ഞാൻ എങ്ങനെയും സമയം കണ്ടെത്തും. നിശ്ചയമായും ഞാൻ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, ഹിന്ദിയുടെ അക്ഷരം ഞാൻ മേടിക്കാൻ അക്ഷരം പോലും എഴുതി പഠിച്ചു. അക്ഷരം എഴുതി, അതെഴുതി കൃത്യമായിട്ട് ഇപ്പോൾ വായിക്കാൻ അത്യാവശ്യം പഠിച്ചു. പിന്നെ ഇപ്പോൾ വാക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണിത് പറയുന്നത്? നിങ്ങൾ അങ്ങനെ തന്നെ ബന്ധപ്പെട്ട് ഏത് വിധേനയും പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. അപ്പോഴാണ് സ്വർഗത്തിൻ്റെ അത്ഭുത കരുണ നിങ്ങളുടെ മേൽ വരുന്നത്. അതുപോരാ, മാത്രം പോരാ, നിങ്ങൾ യേശുക്രിസ്തുവിനായി മുഴുവനായും സമർപ്പിക്കണം. ഒരു കാരണവശാലും ഒരു തെറ്റ് വരരുത്. അങ്ങനെയാണെങ്കിലേ ദൈവം നിങ്ങളെ വാലല്ല തലയാക്കും. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. കേട്ടോ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും ഉയർത്തും. വളരെ ഉയർന്ന നിലവാരങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. അത്ഭുതകരമായി ദൈവം ഓരോരുത്തരെയും നടത്തിയ വഴികൾ. ഇനിയും 1-2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. അഥവാ ജീവനുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിച്ച് എല്ലാം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് കർത്താവ് നമ്മെ ഉയർത്തുന്നത്. സദൃശവാക്യം 6:20, 21, 22. മകനെ നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക. കേൾക്കണേ, മകനെ നിന്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്ക. ഒരിക്കലും മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കരുത്. അപ്പൻ്റെ കൽപ്പന പ്രമാണിക്ക. അടുത്ത വാക്ക്, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. ഇന്ന് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണത്. കാരണം ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും. പഴയ കാലത്ത് നമ്മൾ ജീവിച്ചതുപോലെയല്ല. അന്ന് മാർഗമില്ല, അന്ന് കഞ്ഞിക്ക് മാർഗമില്ല, അന്ന് സ്കൂളിൽ പോകണമെങ്കിൽ ചെരുപ്പിട്ടുകൊണ്ട് പോകാനില്ല. പുസ്തകം ആരുടെയെങ്കിലും പഴയ പുസ്തകം പഴകി ആരെങ്കിലും പഠിച്ചത് മേടിച്ചുകൊണ്ടാണ് അന്ന് സ്കൂളിൽ പോകുന്നത്. ഇന്നത്തെ രീതിയിൽ വാഹന സൗകര്യങ്ങളില്ല. സൈക്കിളുള്ള ഒരൊറ്റയ്ക്കൊരാൾ മാത്രമേ ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാം നടന്നാണ് പോയത്, 6-7 കിലോമീറ്റർ ദൂരം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നാൽ എന്താണ് പറഞ്ഞത്? ഇന്ന് അന്നത്തെ കാലത്ത് അപ്പനും അമ്മയും പറഞ്ഞാൽ അതുപടി അനുസരിക്കുമായിരുന്നു, അവരെ പേടിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി മാറി വരുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ പറയുന്നത് ദഹിക്കുന്നില്ല, അവർക്കത് പിടിക്കുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? 1, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചേ പറ്റുകയുള്ളൂ, ദൈവവചനപ്രകാരം ജീവിച്ചേ പറ്റുകയുള്ളൂ. 2, മകനെ നിൻ്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. അപ്പനും അമ്മയും പറഞ്ഞത് അതുപടി അനുസരിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഉയരണമെങ്കിൽ, നിങ്ങൾ വാലല്ല തലയായി തീരണമെങ്കിൽ അത് എല്ലായ്പ്പോഴും നിൻ്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക. ഒരിക്കലും മറക്കാതെ സൂക്ഷിച്ചു വെക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെയോ, നിന്റെ കഴുത്തിലത് കെട്ടിക്കൊള്ളുക. നിന്റെ കഴുത്തിലത് കെട്ടിക്കൊള്ളുക. എന്താണ് കഴുത്തിൽ കെട്ടേണ്ടത്? അപ്പൻ്റെ അമ്മയുടെ ഉപദേശം, അപ്പൻ്റെ കൽപ്പന, അമ്മയുടെ ഉപദേശം. പിന്നെയോ, അങ്ങനെ നീ കഴുത്തിൽ കെട്ടി നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കെട്ടിവെച്ചോണ്ട് നടക്കണം എന്നാണ് പറഞ്ഞത്. അത് അനുസരിച്ചേ പറ്റൂ എന്നാണ് പറഞ്ഞത്. അടുത്ത വാക്യം, നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ അങ്ങനെയാണെങ്കിൽ, നീ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്കുകയും അമ്മയുടെ ഉപദേശം അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നീ നടക്കുമ്പോൾ ജീവനുള്ള ദൈവം നിനക്ക് വഴി കാണിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ജീവനുള്ള ദൈവത്തിൻ്റെ വഴി നിനക്ക് അലയേണ്ടി വരികയില്ല. നീ നിനക്കൊരു വഴി കിട്ടാതെ, നിനക്കൊരു മാർഗം കിട്ടാതെ നീ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വരികയില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ അപ്പനെയും അമ്മയും അനുസരിക്കുക എന്നുള്ളത്. പിന്നെയോ, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിന്നെ കാക്കുമെന്ന്. അപ്പനെയും അമ്മയും നീ അനുസരിക്കുമെങ്കിൽ, അപ്പൻ്റെ കൽപ്പനയും അമ്മയുടെ ഉപദേശവും നീ കേൾക്കുമെങ്കിൽ, നീ ഉറങ്ങുമ്പോൾ പോലും, ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ദൈവം നിന്നെ കാക്കും. പിന്നെയോ, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. കേട്ടോ, നീ ഉണരുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും, ദൈവത്തിൻ്റെ വചനം നിന്നോട് സംസാരിക്കും. പോകേണ്ടത് ശരിയായ പാത ദൈവം കാണിച്ചു തരും. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കേണ്ടതെന്ന് കാണിച്ചു തരും. പരീക്ഷയുടെ തലേദിവസം പെട്ടെന്ന്, കർത്താവേ എനിക്ക് ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്, എൻ്റെ ദൈവമേ ഒന്ന് സഹായിക്കണമേ, എൻ്റെ കർത്താവെ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാൻ അന്ന് അധികം സമയമില്ല, കർത്താവെ ഒന്ന് കരുണ ചെയ്യണമേ എന്ന് പറയുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഹൃദയത്തിൽ കുറിച്ചു വെച്ചുകൊള്ളൂ,
ഒരിക്കലും മറക്കാതെ ഓർത്തു വെച്ചുള്ളൂ. അപ്പൻ്റെ കൽപ്പന പ്രമാണിക്കുക, അമ്മയുടെ ഉപദേശം മറക്കുകയും വരുത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അനുഗ്രഹം വേണമോ? വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. ഇനിയും വായിക്കാം. അടുത്ത കാര്യം എന്താണ്? ഒന്ന്, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. അതിനെന്ത് വേണം? ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം. കുറച്ചെങ്കിലും തിരുവചനം വായിക്കാതെ നിങ്ങൾ ഒരിക്കലും കിടന്നുറങ്ങരുത്. ഒരു ദിവസം ഒരു നിശ്ചിത അധ്യായം വായിച്ചിരിക്കണം. ഒരധ്യായമെങ്കിലും വായിച്ച് നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. കൂടുതൽ വായിക്കുന്നത് നല്ലതാണ്, എന്നാൽ ഒരധ്യായമെങ്കിലും വായിക്കാതെ ഒരിക്കലും നിങ്ങൾ ഒരു കാരണവശാലും കിടന്നുറങ്ങരുത്. ഈ വചനം വായിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കിട്ടും. എനിക്ക് അല്പമെങ്കിലും സംസ്കാരം ഉണ്ടാകുന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എന്തെല്ലാം പുതിയ ആശയങ്ങൾ കിട്ടുന്നു, എന്തെല്ലാം പുതിയ വാക്കുകൾ കിട്ടുന്നു, എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നു. നിശ്ചയമായി നിങ്ങൾ ദൈവവചനം പ്രമാണിക്കണം, ഇത് വായിക്കണം. മാത്രമല്ല അപ്പനെയും അമ്മയും അനുസരിക്കണം. അടുത്തത് എന്താണ്? തന്നെത്താൻ താഴ്ത്തണമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും നാം നിഗളിക്കരുത്. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യം. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരിക്കലും അഹങ്കരിക്കരുത്, ഒന്നിലും നിഗളിക്കരുത്. എൻ്റെ കഴിവാണെന്ന് ചിന്തിക്കരുത്, എൻ്റെ പ്രാപ്തി കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. എല്ലാം കഷ്ടപ്പെട്ട് പഠിച്ചാലും ഞാൻ പഠിച്ചുകൊണ്ട് എനിക്ക് നേടിയെന്ന് പറയരുത്. ജീവനുള്ള ദൈവം എന്നെ സഹായിച്ചു എന്ന് എളിമയുള്ള ഹൃദയം. ഒരിക്കലും ഒന്നിലും പ്രശംസിക്കരുത്, എന്നും താണെന്നോളണം. ഒരു തവണ മാർക്കെല്ലാം കിട്ടി, മുഴുവൻ A+ കിട്ടി, അതിൽ നിഗളിക്കരുത്, അതിൽ അഹങ്കരിക്കരുത്. എൻ്റെ കർത്താവെ അവിടുന്ന് കരുണ ചെയ്തു, എൻ്റെ ദൈവമേ അവിടുന്ന് മനസ്സലിഞ്ഞു, എൻ്റെ കർത്താവെ എന്നോട് എന്തുകൊണ്ടോ അവിടുന്ന് ദയ കാണിച്ചു, അതുകൊണ്ട് കർത്താവെ എനിക്ക് പരീക്ഷ എഴുതാൻ നേരത്ത് ഓർമ്മ തന്നു. എന്നും എളിമയുള്ള ഹൃദയം. തിരുവചനത്തിലുടനീളം നോക്കിയാൽ ദൈവം ഉയർത്തിയ മുഴുവൻ മനുഷ്യരും എളിമയുള്ളവരായിരുന്നു, അവർ താഴ്മയുള്ളവരായിരുന്നു. ദാവീദിനെ ദൈവം ഉയർത്തി, ശമൂവേൽ പ്രവാചകനെ ദൈവം ഉയർത്തി. ശമൂവേൽ പ്രവാചകൻ എന്നും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായിട്ട് ജീവിച്ചു. എന്ന് പറഞ്ഞാൽ എളിമയുണ്ടായിരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും നിങ്ങളുടെ ജീവിതത്തിൽ എളിമയുണ്ടായിരിക്കണം, താഴ്മയുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം, താഴ്മയ്ക്കും ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. എന്തൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്? താഴ്മയ്ക്കും യഹോഭക്തിക്കും, രണ്ടും വേണം. വെറുതെ താഴ്മ മാത്രം പോരാ. താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യജീവൻ്റെ അവകാശം കിട്ടും. ഈ എളിമയുള്ളവനെ ദൈവം ഏത് രീതിയിൽ ഉയർത്തും. എന്താണ് പറഞ്ഞത്? ഒന്ന്, താഴ്മയ്ക്കും യഹോഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. അതുകൊണ്ട് എന്ത് വേണം? എന്നും തന്നെത്താൻ താഴ്ത്തുന്നവരായിരിക്കണം. തന്നെത്താൻ എളിമപ്പെടുന്നു, തന്നെത്താൻ വിനയപ്പെടുന്നു, ഒന്നിലും അഹങ്കരിക്കരുത്. അടുത്തത് സദൃശവാക്യം 15-33. ഇതെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. എന്താണ്? യഹോഭക്തി ജ്ഞാനം ഉപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു. വിനയമുള്ളവരായിരിക്കണം. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ദൈവത്തിൻ്റെ കരുണ കിട്ടുന്നത്, ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നത്. എന്താണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ? ദൈവീക ജ്ഞാനം കിട്ടുന്നു, ദൈവം ബുദ്ധി തരുന്നു, ദൈവം കഴിവുകൾ തരുന്നു. ദൈവം ഓരോന്ന് ചെയ്തു വരുമ്പോൾ കർത്താവിൻ്റെ അത്ഭുത കരം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ കരത്തിൽ തൊടുന്നു, ആണിപ്പാടുള്ള കരം തൊടുന്നു. ടിക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ്? നീറ്റ് പരീക്ഷ എഴുതണം, ഒന്നും പിടികിട്ടുന്നില്ല. കർത്താവെ എന്ത് ചെയ്യണം അറിഞ്ഞുകൂടാ. ദൈവമേ പഠിച്ച വിഷയം ഒന്നുമല്ല വന്നിരിക്കുന്നത്, പുസ്തകത്തിലുള്ള ഒന്നും വന്നിട്ടില്ല. കർത്താവെ പഠിച്ച വിഷയം ഒന്നും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഈ പുസ്തകത്തിലില്ലാത്ത ജനറൽ ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. കർത്താവെ ഞാനിതാ അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഈ എന്താണ് ഈ ക്വസ്റ്റ്യൻ എല്ലാം അത് ഡിജിറ്റലായിട്ടായിരിക്കും. കർത്താവെ അതങ്ങ് ഏൽപ്പിച്ച് തരികയാണ്. അതെവിടെയൊക്കെ ടിക്ക് ചെയ്യണം. എൻ്റെ കർത്താവെ എൻ്റെ ഈ കരം കൊണ്ട് ടിക്ക് ചെയ്താൽ അതെല്ലാം തെറ്റിപ്പോകും. കർത്താവെ അവിടുത്തെ ആണിപ്പാടുള്ള കരം ഈ കരത്തിൽ നിന്ന് തൊടണമേ. നിങ്ങളങ്ങനെ പറയണം. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഞാൻ ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സ് നല്ല ഉയർന്ന മാർക്കോടെ പാസ്സായി. ഞാൻ DHA പരീക്ഷ എഴുതാൻ പോയി. എനിക്ക് പഠിക്കാൻ ഒരു തവണ പറഞ്ഞപ്പോൾ മുഴുവൻ പഠിച്ചിട്ടാണ് പോയത്. കുറേ നാളുകളിരുന്ന് പഠിച്ചു. എല്ലാ എക്സ്റേയെക്കുറിച്ചും വളരെ വളരെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അമേരിക്കൻ ഡെൻ്റൽ അസോസിയേഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബുക്കൊക്കെ മേടിച്ച് പഠിച്ചു. പക്ഷെ ചെന്നപ്പോൾ വന്നത് വെറും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു. പിന്നത്തെ തവണ DHA എഴുതാൻ പോയപ്പോൾ അപ്പോഴുണ്ട് ഞാൻ ഓർത്തു, ഇത് സിമ്പിളായിട്ടുള്ളതല്ലേ എല്ലാം വരുന്നത്, അതുകൊണ്ട് വേറെ പ്രയാസമൊന്നുമില്ലല്ലോ എന്ന് ഓർത്തു. ചെന്നിരുന്നപ്പോൾ എനിക്ക് ആകമാനം ഇതെല്ലാം ക്വസ്റ്റ്യൻ എല്ലാം ശരിയാണ്, ഏതാണ് ശരിയെന്ന് അറിഞ്ഞുകൂടാ. കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനവിടെ തന്നെ ഇരുന്നു. ആ ഒരൊറ്റ മുറിയിലല്ലേ, ഡിജിറ്റലായിട്ടുള്ള ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ചിരിക്കുന്ന മുറി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ആണിപ്പാടുള്ള കരമെന്ന് ഈ കരത്തിൽ വന്ന് തുടരണമേ. എനിക്ക് ഏകദേശം ധാരണയുണ്ട്,
എന്നാൽ ഏതാണെന്ന് കൃത്യമായി അറിഞ്ഞുകൂടെ കർത്താവേ. എന്നാൽ അത്ഭുതകരമായി ദൈവം മുഴുവന്മാർക്കും തന്നെ പാസ്സാക്കി. എന്താണ് പറഞ്ഞു വരുന്നത്? ജീവനുള്ള ക്രിസ്തു, എളിമയുള്ളവനെ സഹായിക്കുന്ന ദൈവം, താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്ന ദൈവം. സദൃശവാക്യം 16:18. നാം നാശത്തിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയാമോ? നാശത്തിന് മുമ്പേ ഗർവമുള്ളവനെ, അഹങ്കാരമുള്ളവനെ, എളിമയില്ലാത്തവനെ. എന്താണ്? നാശത്തിന് മുമ്പേ ഗർവം. ആരെല്ലാം അങ്ങനെ തന്നെത്താൻ ഉയർത്തിയിട്ടുണ്ടോ അവരെല്ലാം മൂക്കും കുത്തി വീണിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ആരെല്ലാം തകർന്നടിഞ്ഞിട്ടുണ്ടോ? ഏത് രംഗത്ത് നിങ്ങൾ നോക്കിക്കോളൂ. ബിസിനസ് രംഗത്ത് തകർന്നടിഞ്ഞവര്, ബിസിനസ് രംഗത്ത് നശിച്ചവര് നോക്കിക്കോളൂ. നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം അറിയാം, ഉന്നതഭാവം. എൻ്റെ കൈയെല്ലാം ഉണ്ടാക്കി, ഞാൻ തക്ക സമയത്ത് അത് ചെയ്തു, തക്ക സമയത്ത് ഇത് ചെയ്തു, എനിക്ക് ഞാൻ ബുദ്ധിയോടെ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയെല്ലാം ചെയ്തവരെല്ലാം ലോകപരമായിട്ട് നോക്കിക്കഴിഞ്ഞാലും എല്ലാം തകർന്നടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അഹങ്കരിക്കരുത്, ഒന്നിലും അഹങ്കരിക്കരുത്. എളിമയോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. എത്ര ഉയർന്ന നിലവാരത്തിലെത്തിയാലും എന്താണ്? എന്നും താഴ്മയോടെ, എന്നും എളിമയോടെ കർത്താവേ അവിടുത്തെ കരുണ, അവിടുത്തെ ദയ. അതാണ് ദാവീദിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞില്ലേ, ദാവീദ് എന്താണ്? ദാവീദിന് എന്നും എളിമയുള്ളൊരു ഹൃദയം ഉണ്ടായിരുന്നു. ദാവീദ് രാജാവായി വളരെ ഉയർന്ന നിലവാരത്തിലെത്തി. ദാവീദിന് രാജാവാനുള്ള അഭിഷേകവും എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? എത്ര എളിമയോടെയാണ് പറയുന്നത്. അതാണ് ദാവീദ് വീണിട്ടും ദാവീദിനെ ഉയർത്തിയത്, ദൈവം ഉയർത്തിയത്. എന്നും എളിമയുള്ള ഹൃദയം. പിന്നെയോ ദാവീദ് പറഞ്ഞു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ആരാണ്? വളരെ ഉന്നതനായ രാജാവ് പറയുകയാണ്, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. പിന്നെ തൊട്ടടുത്ത വാക്ക് എന്താണ്? എങ്കിലും യഹോ എന്നെ വിചാരിക്കുന്നു. ദൈവം എന്നെ വിചാരിക്കാൻ ഇടയാകുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ വ്യക്തമായി തീരുമാനമെടുക്കണം. എന്താണ് വേണ്ടത്? ഏതാനും ചില കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. എന്താണ്? ഒന്ന്, നിങ്ങൾ ദൈവവചനം കേൾക്കുന്നവരായിരിക്കണം, ദൈവവചനം പ്രമാണിക്കുന്നവരായിരിക്കണം, ദൈവവചനം വായിക്കുന്നവരായിരിക്കണം. എന്നാൽ നിശ്ചയമായി നിങ്ങളെ വാലല്ല കർത്താവ് തലയാക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെയോ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം, അപ്പൻ്റെ കൽപ്പന പ്രമാണിക്കണം, അമ്മയുടെ വചനം നിങ്ങൾ തുച്ഛീകരിക്കരുത്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? നിങ്ങളിത് മരണം വരെ ഓർത്തുകൊള്ളണം. മാതാപിതാക്കൾ എത്ര പ്രായമായാലും, എന്തെല്ലാം എത്ര വലിയ ഉയർന്ന നിലവാരത്തിൽ നാം എത്തിയാലും അവരെ അനുസരിക്കുകയും അവരുടെ കാര്യം അന്വേഷിക്കുകയും അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും നാം ചെയ്തില്ലെങ്കിൽ അനുഗ്രഹം നമ്മുടെ അടുത്ത നിലകളിലേക്ക്, അടുത്ത തലമുറകളിലേക്ക് പോവുകയില്ല. പിന്നെ എന്താണ് പറഞ്ഞത്? നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം, എളിമയുള്ളവരായിരിക്കണം, ഒന്നിലും അഹങ്കരിക്കരുത്. എന്ത് ചെയ്യാം? നിങ്ങൾ ഓരോരുത്തരും വ്യക്തമായി തീരുമാനമെടുക്കണം. നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? ജീവനുള്ള ക്രിസ്തു അരികിൽ വന്ന് നിൽക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കൂ. നാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് വന്നു ചേർന്നത്. കർത്താവിൻ്റെ തിരുവചനം എന്താണ് പറയുന്നത്? 2 or 3 പേർ, എത്രയോ പേര് വന്നിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, എവിടെ കൂടി വന്നാലും അവരുടെ മധ്യേ യേശു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വാസ്തവമായും ക്രിസ്തു നമ്മുടെ അരികിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയും കുറ്റം കാണാമെന്നതല്ല കർത്താവ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഇന്ന തെറ്റ് ചെയ്തില്ലേ, അപ്പനെ അമ്മയെ അനുസരിക്കാതിരുന്നില്ലേ, നിങ്ങൾ നിഗളിച്ചില്ലേ, നിങ്ങൾ പലവിധ തെറ്റുകളിൽ വീണുപോയില്ലേ, ഇതൊന്നും ചോദിക്കാനല്ല കർത്താവ് വന്നത്. നിങ്ങൾ കോപ്പി അടിച്ചില്ലേ, നിങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യം ചെയ്തില്ലേ, എന്നാൽ എല്ലാം ക്ഷമിക്കുന്ന ക്രൂശിലെ സ്നേഹം, എല്ലാം പൊറുക്കുന്ന ക്രൂശിലെ സ്നേഹം നിങ്ങൾക്ക് പുതിയ ശക്തിയും പുതിയ കഴിവും നിങ്ങളെ പുതിയ ഉണർവിലേക്ക് നടത്താനായി കർത്താവ് അരികിൽ വന്ന് നിൽക്കുകയാണ്. നിന്നെ വാലല്ല തലയാക്കാമെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് അരികിൽ വന്ന് നിൽക്കുകയാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് തലകൾ വണക്കാം. കർത്താവേ, എൻ്റെ നാഥ, കർത്താവെ, ഇന്ന് അതിമനോഹരമായൊരു ദിവസം ഞങ്ങൾക്ക് തന്നു. ഈ കുഞ്ഞുങ്ങളെ കർത്താവെ അവിടുന്ന് സ്നേഹിച്ചു, അവിടുന്ന് ചേർത്ത് കൂട്ടിക്കൊണ്ടു വന്നു. പലരും നിർബന്ധിച്ചിട്ടായിരിക്കും ഇവിടെ വന്നത്. എന്നാൽ എൻ്റെ കർത്താവെ, അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നത് യേശു ഉള്ളിടത്തേക്കാണ്, യേശു ഇറങ്ങി വരുന്നിടത്തേക്കാണ്. കർത്താവെ, ഭാഗ്യവശാൽ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വരാനിടയായി. എൻ്റെ നാഥ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് വന്നുകൊണ്ട് ഞങ്ങൾ വ്യക്തമായ തീരുമാനമെടുക്കുകയാണ്. കർത്താവേ, നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ തീരുമാനമെടുക്കൂ. എല്ലാവരും കർത്താവേ, യേശു അരികിൽ വന്ന് നിൽക്കുന്നുണ്ടെന്നുള്ള ചിന്തയോടുകൂടി വേറെ ഒരു മനുഷ്യനെയും കാണണ്ട, വേറെ ആരുടെയും നേരെ നോക്കണ്ട, നിങ്ങളെ അടുത്തിരിക്കുന്നവരുടെ നേരെ നോക്കണ്ട. യേശു എൻ്റെ അരികിൽ വന്ന് നിൽക്കുകയാണെന്നുള്ള ചിന്തയോടുകൂടി ഞങ്ങളും അങ്ങനെ നിൽക്കുകയാണ്. യേശു അരികിൽ വന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് എന്താണ് കർത്താവിനോട് പറയാനുള്ളത്? നിങ്ങൾ പറയൂ, കർത്താവേ, ഞാൻ പഴയ പോലെ ആയിരിക്കുകയില്ല, കർത്താവേ, ഞാൻ ഇനി പഴയ മനുഷ്യനായിരിക്കുകയില്ല, ഐ വിൽ നെവർ ബി ദ സെയിം.
ഞാൻ പഴയതുപോലെ ഒരിക്കലും ആയിരിക്കുകയില്ല. കർത്താവെ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കും. കർത്താവെ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സ്വഭാവത്തിന് ഉടമയായിരിക്കും. കർത്താവെ, ഇന്നു മുതൽ ഞാൻ തിരുവചനം വായിക്കും. കർത്താവെ, ഇന്നു മുതൽ ഞാൻ ഒരിക്കലും അഹങ്കരിക്കുകയില്ല. കർത്താവെ, ഇന്നു മുതൽ ഞാൻ ഒരിക്കലും എൻ്റെ ദൈവമേ ഞാൻ നിഗളിക്കുകയില്ല. എൻ്റെ കർത്താവെ, ഇന്നു മുതൽ ഞാൻ മാതാപിതാക്കളെ അനുസരിക്കും. കർത്താവെ, എൻ്റെ അമ്മയെ ഞാൻ അനുസരിക്കും, എൻ്റെ അപ്പനെ ഞാൻ അനുസരിക്കും. കർത്താവെ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവെ, എന്നോട് മനസ്സലിയണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശു അരികിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആണിപ്പാടുള്ള കരം നിങ്ങളുടെ തലയിൽ വെച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ പോകുന്ന ക്ലാസ്സിൽ നിങ്ങളുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തു കരത്തിലേക്ക് കയറ്റി കൊണ്ടുപോകണമോ? നിങ്ങൾ യേശുവിനോട് പറയൂ, എൻ്റെ യേശുവേ. ഉറക്കെ പറഞ്ഞോളൂ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഞാൻ പിശാചിനോട് യാത്ര പറയുകയാണ്. പാപത്തോട് യാത്ര പറയുകയാണ്. എൻ്റെ നിഗള സ്വഭാവത്തോട് യാത്ര പറയുകയാണ്. എൻ്റെ അഹങ്കാരത്തോട് യാത്ര പറയുകയാണ്. എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാത്ത സ്വഭാവത്തോട് യാത്ര പറയുകയാണ്. കർത്താവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കും. ആരെല്ലാം അങ്ങനെ തീരുമാനമെടുത്തു? കർത്താവ് അരികിൽ വന്ന് നോക്കി നിൽക്കുകയാണ്. ഞങ്ങളാരും നോക്കുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാനായി യേശു അരികിൽ വന്ന് നിൽക്കുകയാണ്. ആണിപ്പാടുള്ള കരവും നീട്ടിക്കൊണ്ട് കർത്താവ് നിൽക്കുകയാണ്. ആരുടെയും കുറ്റം കർത്താവ് നോക്കുന്നില്ല. എല്ലാം കഴുകിത്തരാമെന്നാണ് കർത്താവ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മാതാപിതാക്കളുടെ ഉള്ളു വേദനിപ്പിച്ചവര്, അവരെ കരയിപ്പിച്ചവര്, അവര് എങ്ങലടിക്കാനിട വരുത്തിയവര്, പല രീതിയിലും ഒരു വിഷമിക്കാനിട വരുത്തിയവര് എല്ലാം കർത്താവ് കഴുകിത്തരും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ വ്യക്തമായി അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവേ, ഇപ്പോൾ ആണിപ്പാടുള്ള കരം എൻ്റെ മേൽ വെക്കണമേ. നിങ്ങൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? എൻ്റെ യേശുവേ പറയൂ നിങ്ങൾ, എൻ്റെ യേശുവേ, എൻ്റെ പ്രിയങ്കരനായ യേശുവേ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. കർത്താവേ, അങ്ങനെ തീരുമാനം പറഞ്ഞ എല്ലാവരുടെ മേൽ ആണിപ്പാടുള്ള കരം വെക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. തിരുരക്തം അവരുടെ മേൽ പുരട്ടണമേ. തിരുരക്തത്തിന്റെ മുദ്ര അവർക്ക് കൊടുക്കണമേ. പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജിലേക്ക് പോകുമ്പോൾ, തുറന്നു പഠിക്കാനായി പോകുമ്പോൾ ആണിപ്പാടുള്ള കരത്തിൽ പിടിച്ചുകൊണ്ട് കർത്താവേ ഇവരെ നയിക്കണമേ. കർത്താവേ, തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ ഇവരെ സൂക്ഷിക്കണമേ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ കർത്താവേ, അവിടുന്ന് കർത്താവേ ആ സ്നേഹ ചിറകിൻ്റെ കീഴിൽ അവിടുന്ന് ഇവരെ സൂക്ഷിക്കണമേ. എല്ലാം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ.